രാമരാജൻ പുന്നാട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം കൂരമുക്കിൽ വെച്ച് ഉണ്ടായ ബസ് അപകടത്തിൽ മരണപ്പെട്ടു പോയ വിനോദ് വൈഷ്ണവ് എന്നവരുടെ ആ അച്ഛനും മകനും ദാരുണാന്ത്യം സംഭവിച്ച അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് അവരുടെ സ്വപ്ന ഭവനം. വിനോദേട്ടനും വൈഷ്ണവും കൂടി അവർ ഏറെ മോഹിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അവരുടെ സ്വപ്നത്തിലെ ഭവനമാണ്. പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ അവരോട് താമസിച്ചിട്ടുണ്ട് കുറച്ചു കാലം. ഒരുപാട് ആഗ്രഹങ്ങൾ മെനഞ്ഞു കൂട്ടിയ ഒരു വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് രാവിലെ അവർ അച്ഛനും മകനും ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പുന്നാടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ആണ് ഈ ദാരുണ സംഭവം നടന്നത്. ഈ വൈഷ്ണവ് ഒരു വയറിംഗ് തൊഴിലാളിയാണ്. വൈഷ്ണവിൻ്റെ ആ വയറിങ്ങിൻ്റെ വൈഭവങ്ങൾ അതാണ്. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കൂട്ടി ഇങ്ങനെയൊക്കെ ഇവിടെ വയറിങ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് അദ്ദേഹം ഇവിടെ സ്വപ്നങ്ങളായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് വീട്ടിലിതാ. ഈ ഭാഗത്തും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വയറിങ് ചെയ്തിട്ടുണ്ട്. പണി ഇനി ഒരുപാട് പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് നമുക്കൊരു യാത്ര പോകണം, ടൂറ് പോകണം എന്നൊക്കെ വിനോദേട്ടനും ഇവരൊക്കെ പറഞ്ഞതാണ്. കേക്ക് മുറിക്കണം, ആഘോഷിക്കണം എന്നൊക്കെ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരിച്ചതിൻ്റെ 12ാമത്തെ ചരമദിനം ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കർമ്മപരിപാടികൾ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ സന്ദർശിക്കാനും ഇവിടെ വന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി വന്നതാണ്. ഈ പട്ടി അന്നു മുതൽ വിനോദേട്ടനുമായിട്ട് വളരെ ആത്മബന്ധമുള്ളൊരു ഇതായിരുന്നു. അന്നു മുതലേ അസ്വസ്ഥയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ആളുകളെ സ്വീകരിക്കാൻ ആളുകൾ വരുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ഇതിനെക്കുറിച്ച് പറയുന്ന കേട്ടത് അവർ അച്ഛനും മകനും വരുമ്പോൾ അങ്ങ് റോഡ് വരെ പോയിട്ട് അതിനെ സ്വീകരിക്കാറുണ്ട് എന്നാണ്. വളരെ ദുഃഖത്തോടു കൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഇനി അമ്മയും ഒരു മകളുമാണ് ശേഷിച്ച് ഉള്ളത്. ഈ വീടിൻ്റെ പണി പോലും പൂർത്തീകരിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് നിന്നവർ അച്ഛനും മകനുമാണ്. പക്ഷേ അവർ ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പോൾ മരണപ്പാച്ചിൽ എന്ന് പറയും. ബസ്സിൻ്റെ ഈ അമിത വേഗതയും മരണപ്പാച്ചിലും കൊണ്ട് പൊലിഞ്ഞു പോയത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ നാഥനും മകനുമാണ്. അവരാഗ്രഹിച്ച ഒരു വീടാണ് ഈ കാണുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇന്ന് അവരുടെ മറ്റു ചടങ്ങുകൾ നടത്തിയാണ്. അതുപോലെ തന്നെ പുന്നാടുള്ള CPM-ൻ്റെ നേതാവ് രാജേട്ടൻ, സുരേഷേട്ടൻ എന്നുള്ളവരാണ്. അങ്ങനെ നിരവധിയായ ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ മക്കളും അമ്മയാണ്. അതിൽ മരണപ്പെട്ട വിനോദിൻ്റെ അമ്മ മറ്റ് ബന്ധുക്കളാണ്. ഇതാണ് അതിൻ്റെ അശ്രദ്ധ കൊണ്ട് മരണപ്പാച്ചിലിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട